ഹലോ ഗായ്സ്, വിസ്റ്റോ ലൈവിന്റെ ആദ്യത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്ന് പുതിയ വീഡിയോ ആണ് ഗൈസ്. എൻ്റെ ആദ്യത്തെ വീഡിയോയും കൂടെയാണ്. അപ്പം ഞാൻ ആദ്യമായിട്ട് കളിക്കാൻ പോകുന്ന മൈൻക്രാഫ്റ്റ് ആണ്. അപ്പോൾ മൈൻക്രാഫ്റ്റിന്റെ പേര് നമുക്ക് ഫസ്റ്റ് വേൾഡെന്ന് കൊടുക്കാം. ഓക്കെ, ഫസ്റ്റ് വേൾഡെന്ന് കൊടുത്ത് ആൾക്കുറൊന്നും വേണ്ട. ആൾക്കുറെ കളിച്ച് കഴിഞ്ഞാൽ ഇപ്പം എത്തുന്ന കേട്ടോ. ഇറങ്ങപ്പോൾ തന്നെ ചെന്ന് ചാവും. കോർഡിനേറ്റ്സ് ഓക്കെ, ഇതെല്ലാം ഓണാക്കിയിട്ട് നമ്മളെ ഫസ്റ്റത്തെ വീഡിയോ തന്നെ മൈൻക്രാഫ്റ്റിൽ നമുക്ക് അങ്ങ് തുടങ്ങിയേക്കാം ഗൈസ്. മൈൻക്രാഫ്റ്റിലെ ആദ്യത്തെ വീഡിയോ, എൻ്റെ ചാനലിലെ ആദ്യത്തെ വീഡിയോ. കാണാൻ വരുന്നവരെല്ലാം സബ്സ്ക്രൈബും ചെയ്ത് ലൈക്കും അടിച്ചിട്ട് ആ ബെല്ലൈക്കും അടിച്ച് പൊട്ടിച്ചിട്ട് ഇറങ്ങിപ്പോയിക്കണം. വീഡിയോ കണ്ടിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ലോഡാവുള്ളല്ലേ, ഇത് ലോഡാവാണ്. ഇത് പി സി ഒന്നല്ല, ഇത് മൊബൈലാണ്. അതുകൊണ്ട് ലോഡാൻ ഇച്ചിരി പാടെടുക്കും. ലോഡായിട്ട് കാണാം ഗൈസ്. വീഡിയോ ജസ്റ്റ് ഒന്ന് കട്ടായിരുന്നു. ഞാൻ പൗസ് ചെയ്യാനുള്ളതിന് പകരം വീഡിയോ ഒന്ന് ക്യാൻസൽ ചെയ്തായിരുന്നു. പിന്നെ പക്ഷെ വന്ന് കിട്ടിയത് നല്ലൊരു സ്ഥലത്താണ്. ഷാർപ്പ് സ്ഥലം. എവിടെന്നെങ്കിലും എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം. അത് രാത്രി എപ്പ മഞ്ഞിന്റെ അടിയിൽ പോയി ഡെഡ് ബോഡി ആവുമെന്ന് പറയാൻ പറ്റില്ല. ആദ്യം ഇവിടെ നിന്ന് നമുക്ക് ഓടി രക്ഷപ്പെടാം. ഇപ്പൊ ഇറങ്ങാം പച്ച തലയുള്ള സാധനമൊക്കെ വന്നിട്ട് പൊട്ടിത്തെറിക്കണ സാധനവും എല്ലാം കൂടോ എല്ലാം ഇറങ്ങി വരും. പട്ടി കിടന്ന് ചത്ത പോലെ ആരും നോക്കാനില്ല. അന്ന് ആരുമില്ല. എന്തെങ്കിലും ഫുഡ് എടുക്കാൻ പറഞ്ഞാൽ ഫുഡും ഇല്ല. എന്ത് സാധനം മച്ചീത് മാറ്റി കടിക്കണ പണി തന്നെ. ഞാൻ പാവണേ. ഇപ്പൊ ചെന്ന് പുലി വീണേനെ ഭാഷയെന്ന് പറഞ്ഞു. അങ്ങനെ നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ച്. രാത്രിയാണ് ഒന്നും മനസ്സിലുള്ളത്. സെറ്റിങ്സ് അവിടെ എവിടെ? ബ്രൈറ്റ്നസ് കൂട്ടാൻ പറ്റാത്ത ബ്രൈറ്റ്നസ് കൂട്ടാൻ പറ്റാത്ത തുടങ്ങും. എനിക്ക് കൂട്ടാൻ പറ്റില്ല. കൊടുക്കാൻ പറ്റുള്ളല്ലോ. അത് പിന്നെ നോക്കാം. അത് നമുക്ക് വെട്ടി തുടങ്ങണം. നമുക്ക് നമ്മളെ ഇത് പിന്നെയും ഇതേപോലത്തെ വീഡിയോസ് ഒക്കെ വേണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഞാൻ ആദ്യമായിട്ട് തുടങ്ങുന്ന വീഡിയോ ആണ്. കുറെ പോരായ്മകളൊക്കെ കാണും, അതൊക്കെ ക്ഷമിക്കുക. എന്റെ എല്ലാ പോരായ്മകളും കമന്റ് ബോക്സിൽ കൂടെ നിങ്ങൾ തന്നെ പറയുക. അല്ല, എനിക്കത് തിരുത്താൻ പറ്റും. അത് നമുക്ക് എവിടെന്നെങ്കിലും ഫുഡ് കണ്ടുപിടിക്കണം. ഇവിടെ ഫുഡ് അങ്ങോട്ട് വരാൻ പോയ നല്ല സ്വർഗത്തിലോട്ട് വരാം. ഇവിടെ നോക്കിയാലും മഞ്ഞ് 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 മഞ്ഞ്. ഇങ്ങോട്ട് പോകുന്നു. കുട്ടി അടിച്ച് പൊട്ടിച്ച മനുഷ്യനെ കിട്ടും. കാരണം ഞാൻ പട്ടിയും കെട്ടിക്കാവുള്ളൂ. വല്ലാത്ത സമയം കിട്ടും. അങ്ങോട്ട് ഇതേ ചെയ്യും കാണാൻ. മരം കണ്ടു ഗൈസ്. പിന്നെ മരം വിട്ടിട്ട് അടി പണിയാണ്. അതിനിപ്പോ ഞാൻ വിഷമില്ലാവും. കരടി ക്രാഷായ പറ്റിയ
നമ്മൾ ആദ്യത്തെ മരം അവിടെ വെട്ടി തുടങ്ങി. രാത്രിയാവാൻ തുടങ്ങുന്നത്. മണ്ടയിലിട്ട് പോയിട്ട് നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഒക്കെ സെറ്റ് ആക്കാം. മരമൊക്കെ അവിടെ നിൽക്കട്ടെ. രാത്രി ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടണം. ആ കിട്ടി ഗായ്സ്. ലക്ക്. ഇനി നമുക്ക് വിമാനം ദിവസം നമുക്ക് ഹായ് വില്ലേജസ്, എന്താ ഞാൻ കയറാൻ നടത്തിയ കഥകളാ പോ. പിന്നെ വിട്ടേക്കണ്. വിട്ടോ വിട്ടോ. കാര്യമാർക്കൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചൂടെ? ഗോളണ്ണ ഒന്നും കഴിക്കാനും ഇല്ല. കഴിക്കാൻ പിന്നെ കൊച്ചിറക്കാ പോടാ. ചേട്ടാ ഇവിടെ എന്താ പരിപാടി? കഴിക്കാനുള്ള ഫുഡൊക്കെ ഞാൻ എവിടെ നിന്ന് തപ്പുണ്ടോ? കിട്ടി പൊട്ടറ്റ് കിട്ടി, ബ്രെഡ് കിട്ടി. എടാ ഇടയ്ക്കിടയ്ക്ക് ഗെയിം ക്രാഷ് ആവും. ബ്രെഡും തീർന്നു. അടുത്ത ഫുഡ് തല്ലി നടക്കണം. ഞാൻ എവിടെ പോവും? ചെസ്റ്റ് ആണോ കാണുന്നേ? വീട്ടിൽ കയറിയ വീടാണ്. ഇതെന്റെ വീട്, ഇത് എന്റെ വീട്. ഞാൻ ഉറപ്പിച്ച് എടുക്കുക. എന്റെ വീടാക്കി. വീഡിയോ റെക്കോർഡിംഗ് കൂടെ ചെയ്യാണ്ടായിരിക്കും ലൈവ് പോലെ. നമ്മളോട്ട് അപ്ലോഡ് ചെയ്യും. ഇനി എപ്പോ പൊട്ടി തീരാണോ? ഞാൻ പറയണതിന്റെ സൗണ്ട് ഒന്നും കേൾക്കാൻ പറ്റില്ലെങ്കിൽ ഒന്ന് വീഡിയോ കമന്റ് ബോക്സിൽ വരുന്ന പറയാൻ പറ്റില്ല. ഉപയോഗിച്ചാണ് വീഡിയോ ആണെങ്കിൽ ഓരോ തെറ്റുകളൊക്കെ തിരുത്തി പറയാനുണ്ടാവും. പോളിറ്റിക്സ് പോളില്ല.
ഓണിലോട്ട് അപ്ഗ്രേഡ് ചെയ്യുന്നു. മാക്സ് മാത്രം ഉണ്ടാക്കിയില്ല, ബാക്കി നമുക്ക് അത്യാവശ്യം ഞാൻ എല്ലാം വെച്ചിട്ട് ആക്സും കൂടെ ഉണ്ടാക്കും. ആക്സും കൂടെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ആദ്യം പോയി കുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീട്ടിലേക്ക് നമുക്ക് കുക്ക് ചെയ്യാൻ പൊട്ടാറ്റോ കുക്ക് ചെയ്യാൻ വെച്ചിട്ട് മഴ സൗണ്ട് ആയിക്കോളാം. അവിടെ കുത്താതെ അപ്പുറത്തെ വീട്ടിൽ പണിനടക്കണ ഫ്രീ ഫുഡ്. താങ്ക് യു. വീട്ടില് പണി നടക്കണം. അതൊന്നും നിങ്ങൾ എത്തിക്കേണ്ട ഒരു മിനിറ്റ്, ഞാൻ സ്ഥലം മാറും. സമ്മതിക്കൂല. മര്യാദയ്ക്കിരുന്ന് വീഡിയോ എടുക്കാനും സമ്മതിക്കൂല. പിന്നെ കുഴപ്പമില്ല. സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. മഴ സമ്മതിക്കൂല. കിടന്നുറങ്ങാം. ബെഡിലെ ഞാൻ പൊട്ടിച്ചോണ്ട് പോയി. ബെഡിനെ തിരിച്ചു പോയി. ഇവിടെ ഫർണേഴ്സ് ഇരുന്നിട്ടാണ് ഞാൻ അവിടെ കൊണ്ട് കുക്ക് ചെയ്യാൻ വെച്ചത്. അവനാരായി? നമുക്ക് ഇന്നത്തെ ഒരു ദിവസം വലിയ തരം മറ്റു സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്ന ഗൈസ്. ഓളെ ഫ്രെയിം വളയാതെ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നത്. അയ്യോ പറഞ്ഞ ഫർണേഴ്സിന് ഒരു പവർ ഇല്ല. അത് കൊല്ലത്താനോ അവനാണോ കൊല്ലത്തിനെ തട്ടിയാലോ പാവം ജീവിച്ചോളൂ. ഓക്കെ, അതായിട്ടുണ്ട്. റാബിറ്റ് കുക്ക് ചെയ്യാൻ വയ്ക്കാം. മൊയിലിറച്ചി ആയിരിക്കും. ഇതായടാ എന്തേലും എങ്കിലോടാ ഇപ്പൊ ഇതിലിപ്പോ തട്ടിക്കൊണ്ട് അടുത്ത മൊയിലിറച്ചി ഫ്രീ ആയിട്ട് കുറെ ഫുഡ് കിട്ടുന്നുണ്ട്. കറക്റ്റ് ഒരു ബ്ലാങ്കിന് ഫുഡിന് ഫുഡായിരുന്നു. അങ്ങോട്ടൊക്കെ പോയി കുറച്ച് മരമൊക്കെ വെട്ടിയുള്ള സൈഡിലൊക്കെ ഒരു വീടൊക്കെ വെച്ചിട്ട് ചെറിയൊരു വീടൊക്കെ വെച്ചിട്ട് ഒന്ന് അതിനൊക്കെ ചെയ്തിട്ട് വരും. ഐസ് കഴിഞ്ഞിട്ട് ഇവിടെ എങ്ങനെയാണെങ്കിൽ തണിച്ച് ചാവട്ടെ. കരിമ്പല്ലേ നമ്മളങ്ങനെ മരം വെട്ടി അങ്ങോട്ടൊക്കെ പോയിട്ട് കുറച്ചൊക്കെ മരം വെട്ടി കണ്ടല്ലോ. ഇല്ല, നമ്മളെന്തിനു കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? അല്ല, നമ്മളെ അടുത്ത് തന്നെ ഉണ്ടല്ലോ. ടാങ്ക് അയച്ച് നമുക്ക് കിട്ടൂലേ? ഇനി എന്തിനാ നമ്മള് കഷ്ടപ്പെടണ? ഇഷ്ടം പോലെ മരം ഇവിടെ തന്നെ.
ഒന്നുമില്ല. ചെറുതായിട്ടൊന്ന് വീടങ്ങ് പൊട്ടിച്ചു, അത്രേ ഉള്ളൂ. ഞാൻ മറ്റന്നാൾ ശരിയാക്കി തരാം, TNT വെച്ചിട്ട്. വേറെ കുഴപ്പമൊന്നുമില്ല, ശരിയാക്കി തരാമേ. നന്നാക്കി പഠിപ്പിക്കണം. ഉണ്ടാക്കി വെച്ചൂടെ പിന്നെ അത്? എന്തിനാ അവിടെ കൊണ്ടൊരു കൊലയാളെ അഭിച്ചിട്ടുണ്ട്. അപ്പൊ ഫോൺ കൊടുത്ത ഡയമണ്ട് ചെയ്യും. ഡയമണ്ട് പക്ഷെ ചെയ്യും. ആവശ്യത്തിനുള്ള മരം കിട്ടിയിട്ടുണ്ട് guys. ഇനി നമുക്ക് മൈനിങ് ചെയ്യാൻ പോവാം. സ്റ്റോൺ വെട്ടിയെടുത്ത് താഴേക്ക് ഒരു കുഴി ഒഴിക്കാം. അവിടെ മൈനിങ് ചെയ്ത് അങ്ങനെ കേവില്ലേ ഞാൻ പറ്റിച്ചു. ഓ കരടി കടിക്കാൻ കടിക്കില്ലേ? അയ്യോ കരടി, നിന്റെ ഫുഡൊന്നും എടുത്തിട്ടല്ലോ, പിന്നെ എന്തിനാ കടിക്കാൻ? അതിനെക്കുളമേ രസിക്കും. രസിക്കും. കരടി അടിക്കാൻ പറഞ്ഞു. കോളെണ്ണ വന്നപ്പോ ആരുടെ എന്നെ തൊടാൻ പറഞ്ഞാടാ. ആരുണ്ടോ ഇവിടെ തൊടാൻ? അമ്മച്ചി ഇതാ പറഞ്ഞു. കടിക്കല്ലേ, ഞാനൊരു പാവമാണ്. കടിക്കല്ലേ. ഓട്ടിക്കിട്ട് കടിക്കുന്ന കഴിച്ച് പോയ എന്താ ഭയം ഒരു കിട്ടറ ഇത് പറഞ്ഞു. ഞാൻ ഇവിടെയുള്ള ആളല്ല, ഞാൻ അടുത്ത പഞ്ചായത്തുള്ള ആളാണേ. എന്നാന്ന് ചെയ്യല്ലേ, ഞാൻ ഇവിടുന്ന് പോയിക്കോളാമേ. കുറച്ചങ്ങോട്ട് മാറി പോയിട്ട് കുഴി ഒലിക്കാം, അതാണ് നല്ലത്. കുഴി ഒലിക്കാം. കടകളത്തിന് വേണ്ടി ഇവിടുന്ന് ഫോണിങ്ങനെ നിരത്തി താഴെ ഇപ്പൊ ഞാൻ ചാവില്ല. സാധനം കുഴി ഒഴിക്കാം. മൈനും പണിയൊക്കെ തോന്നും. സൂപ്പറായി. ആദ്യത്തെ പണി തന്നെ ഫ്ലോപ്പ് ആയിട്ടുണ്ട്. ഇനി മൊത്തത്തോടെ ഫ്ലോപ്പ് ആയിരിക്കും ഇവർക്ക്. അതേണ്ട ഒരു ആവശ്യമില്ല. ഇങ്ങോട്ട് ഒഴിക്കാം. നമ്മളെ പൊട്ടിച്ച് വിട്ടൊന്നുമില്ല, അപ്പൊ ഇവിടെ തന്നെ ഒഴിക്കാം. ആൾക്കാരൊക്കെ അടുത്ത വഴി എത്തായിട്ടുണ്ട്. ബൈക്കിൽ കുറച്ച് ലൈറ്റ് വരുമോ? എനിക്ക് ബ്രൈറ്റ്നെസ് കൂട്ടാൻ പറ്റുന്നില്ല. ബ്രൈറ്റ്നെസ് കൂട്ടാൻ പറ്റുന്നില്ല. കണ്ണും കണ്ടുകൂടാ. എവർക്കെന്നെ വീഴുന്നുണ്ടോ? സൗണ്ട് അങ്ങനെ പേടിക്കുന്ന ഒരാളില്ല, പേടിപ്പിക്കാൻ നോക്കണ്ട. ആവശ്യം വരപ്പ കിട്ടൂല, അല്ലാതെ അപ്പൊ കിട്ടിക്കോളും. അവിടെ ഇരുന്നു പോണെടുത്തോ. സ്ഥലം കുഴിച്ചിട്ട് കോള് പോലും കിട്ടില്ല. സ്റ്റാഫീസ് കിട്ടി മനസ്സിലാവുള്ളൂ. മണ്ടല് കോൾ ഉണ്ടായിരുന്നു.
വണ്ടിയില് കോളുണ്ട് guys. ഞാൻ പൊട്ടൻ. ഓ കണ്ണടിച്ചു പോയി. കോളെടുത്ത് കരടി അവിടെ തന്നെ ഉണ്ടാകും ദൈവത്തിനറിയാം. കരടിക്കുട്ടാ പിന്നെന്തോ സൂപ്പർ. അതാണ് ഇരിക്കുന്നത്. ജീവിതം നമ്മൾ നോക്കിയിട്ടില്ല. നമുക്ക് കിടന്ന സമയത്ത് മാറ്റിപ്പോ. ആവശ്യത്തിനത് കോള് കിട്ടി. പിന്നെ പോയി കിടന്നുറങ്ങിയിട്ട് പോകും. രാത്രി ആയി തുടങ്ങി. വേറൊരു വൈബ് പോലെ. എന്തൊരു കളി ഇങ്ങനെയല്ലേ മനസ്സിലായി. ഇങ്ങനെയായിരുന്നു ടോർച്ച് ഉണ്ടാക്കുന്നത്. ഞാൻ പൊട്ടനായി പോയി. എനിക്കൊന്നും ഞാൻ പറയണ നിങ്ങൾക്ക് ഈ വീഡിയോ കൊളവായെന്ന് എനിക്കറിയാം. ആരും എന്റെ വീട്ടിൽ കയറി ഇറങ്ങണം. ഞാൻ വെറുതെ വിട്ടേക്കും. അതുകൊണ്ട് ഞാൻ എടുത്തറിയും. എന്റെ വീട്ടിൽ കയറും നോക്കാം. നമ്മൾ ഉറങ്ങി എണീച്ച് നമ്മളിപ്പം രണ്ടാമത്തെ ദിവസമാണ് ഭയങ്കര അത് ബാക്കി വന്ന് കുഴിക്കണ പരിപാടി തിരിച്ചു പോകണം. ലെഫ്റ്റ് റൈറ്റ് ഹാൻഡ് പിടിക്കാൻ കൊള്ളാം. അടുത്ത ലാപ്പീസ്. ലാപ്പീസ് മാത്രം തന്നെ എനിക്ക് അയൺ തരും വേണം. വേണ്ട അയൺ തപ്പി വരാൻ നേരത്തെ ലാപ്പീസ് കിട്ടും. നമ്മള് നോക്കി നടക്കുന്ന സാധനം കിട്ടും. അല്ലാത്തപ്പോ നമ്മള് ചുമ്മാ നടക്കാൻ നേരത്തെ എല്ലാം കിട്ടും. നോക്കപ്പോ ഒരു സാധനം കിട്ടൂല. തേങ്ങ കുഴിച്ചു എനിക്ക് ഒന്നും പറയാം. എന്തിനാണ് ഇപ്പോൾ ഒന്നേ പൊട്ടി സമാധാനം വരും. പിന്നെ തിരിച്ചു അതേപോലെ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. നമുക്ക്
അടുത്ത വീഡിയോയിലേക്ക് കാണാം. ഇത് ഞാൻ വേറൊരു ടെസ്റ്റ് ആയിട്ട് ഇട്ടതാണ്. നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്ന് അറിയത്തില്ല എനിക്ക് വീഡിയോ. ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് ഒരു ടെസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഇട്ടതാണ്. എന്തെങ്കിലും സൂപ്പർ ഇന്ദിരാ ബട്ടന്റെ പിടിച്ചാൽ മതി. ആ അപ്പൊ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് ഒന്ന് അഭിപ്രായം പറയുക. അപ്പൊ ഞാൻ എന്തെങ്കിലും കുറ്റം ഉണ്ടെങ്കിൽ അതും കൂടെ പറയുക. അപ്പൊ ഞാൻ അടുത്ത വീഡിയോയിലേക്ക് തിരുത്താം. അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമല്ല അല്ലെങ്കിൽ ചെയ്തത് എനിക്ക് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അപ്പം അടുത്ത വീഡിയോ കാണാം. ബൈ ഗൈസ്.